തിരഞ്ഞെടുപ്പിൽ എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എന്നെ സഹായിക്കുന്ന ആളുകളും എന്നോട് ആ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് എന്നോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആ രീതിയിലാണെങ്കിൽ ഞാൻ മത്സരരംഗത്ത് എന്തായാലും തീർച്ചയായിട്ടുണ്ട്. ജനങ്ങളുടെ മുന്നിൽ ഈ കള്ളപ്പണത്തിൻ്റെ കാര്യങ്ങൾ ഒന്നുകൂടി ഞാൻ തുറന്ന് വ്യക്തതയിൽ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത് പൊതുസമൂഹത്തിന് മുന്നിൽ ഞാൻ അവതരിപ്പിക്കും. പൊതുസമൂഹം ആ രീതിയിൽ ചിന്തിച്ചിട്ട് ഞാൻ വോട്ടൊക്കെ ചെയ്യുള്ളൂ. BJPയുടെ പഴയകാല പ്രവർത്തകരും ഇപ്പോൾ എന്നോടൊപ്പം ഉണ്ടായിരുന്ന പ്രവർത്തകരും എന്നോടൊപ്പം ഇപ്പോഴും ഉണ്ട്. തീർച്ചയായിട്ടും അവർ ഞാൻ നേരിൽ കാണാറുണ്ട്, ഫോണിൽ സംസാരിക്കാറുണ്ട്. എല്ലാ കാര്യങ്ങളും അവർക്ക് ബോധ്യപ്പെട്ടാണ്. അവരും കൂടി തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എൻ്റെ സ്ഥാനാർത്ഥി. BJPക്ക് ഒരു കാരണവശാലും തൃശ്ശൂർ വിജയസാധ്യത കാണുന്നില്ല. തൃശ്ശൂർ വിജയസാധ്യത കാണുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കേണ്ടതായിരുന്നു. അത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ എന്തുണ്ടായതെന്ന്. 30-35 ഡിവിഷനുകൾ ഒന്നാം സ്ഥാനത്ത് വന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നാം സ്ഥാനത്ത് വന്ന പാർട്ടി ഈ കേവലം 7 സീറ്റും പിന്നെ ഒരു നറുക്കെടുപ്പിനോട് കൂടിയുള്ള ഒരു സീറ്റും കൂടി 8 സീറ്റിലാണ് കിട്ടിയിട്ടുള്ളത്. അത് അപ്പോൾ തന്നെ നമുക്കറിയാലോ പാർട്ടി എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളത്.